വിവാഹത്തിലൂടെ സ്വർഗ കവാടത്തിലേക്ക് ഒരാൾ അടുത്തു പോകുന്നു, അടുത്തു ചെല്ലുന്നുവെന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. പഠിപ്പിക്കുക മാത്രമല്ല, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാതൃക കാണിക്കുകയും ചെയ്തു. എന്തിനേറെ ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ അനുചരന്മാരിൽപ്പെട്ട ചില ആളുകൾ വിവാഹത്തിൽ നിന്ന് അകന്ന് കഴിയാൻ ആഗ്രഹിക്കുന്നുവെന്ന വിവരം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയാനിടയായി. സർവ്വസമയവും രാജാതിരാജനായ റബ്ബിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലാഹുവല്ലാത്ത മറ്റെല്ലാ ചിന്തയിൽ നിന്നും മാറി നിൽക്കാറുള്ള ഏറ്റവും നല്ല വഴി അതിന് തടസ്സമാകുന്ന ഭാര്യ സന്താനങ്ങൾ ഇല്ലാതിരിക്കലാണെന്നവർ മനസ്സിലാക്കി. എന്നിട്ടവർ അതിന് വികാരം ഒരു പുരുഷനെ ഒരു സ്ത്രീയുമായി അടുപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന വികാരത്തിന്റെ ഘടകം ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്തിട്ട് പൂർണ്ണമായി അല്ലാഹുവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വിവരം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞപ്പോഴാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ വളരെ ഗംഭീരമായ ശൈലിയിലാണ് മദീന പള്ളിയിലെ മിമ്പറിൽ കയറിയിട്ടവരെ അതിശക്തമായ ശൈലിയിലാണ് താക്കീത് ചെയ്തത്. ഞാനാണ് നിങ്ങളിൽ ഏറ്റവും കൂടുതൽ അല്ലാഹുവിനെ തഖ്വ ചെയ്യുന്നയാൾ. ഞാൻ അല്ലാഹു നിർബന്ധമാക്കിയ നമസ്കാരം ഒന്നുപോലും ഒഴിയാതെ നമസ്കരിക്കുന്നുണ്ട്. കൽപ്പിച്ചത് നമസ്കരിക്കുകയും നമസ്കരിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അല്ലാഹു എന്റെ മേൽ നിർബന്ധമാക്കിയ നോമ്പ് ഞാൻ ഒന്നുപോലും ഒഴിയാതെ അനുഷ്ഠിക്കുന്നുണ്ട്. ശ്രേഷ്ഠമായി കൽപ്പിച്ചത് ഞാൻ അനുഷ്ഠിക്കുകയും അനുഷ്ഠിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ വിവാഹം ചെയ്തിട്ടുണ്ട്, എനിക്ക് മക്കളുണ്ട്. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നീ. അതുകൊണ്ട് എന്റെ ചര്യയില്ലാത്തതിനെ ആരെങ്കിലും ചര്യയായി സ്വീകരിക്കുന്നുവെങ്കിൽ അവൻ എന്റെ മാർഗം അനുധാവനം ചെയ്തവനല്ലെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ എന്നിൽപ്പെട്ടവനല്ലെന്ന് പറഞ്ഞുകൊണ്ട് അതിശക്തമായ താക്കീതാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ നൽകിയത്. നമ്മളവിടെ ശ്രദ്ധിക്കണം. വിവാഹത്തിന് ഇത്രമാത്രം പ്രോത്സാഹനം നൽകിയ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാം. കാരണം ഇണയും തുണയും ഉണ്ടാകുമ്പോഴേ, അതായത് സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ചേരുമ്പോഴേ, വിവാഹം നടക്കുമ്പോൾ മാത്രമേ മനുഷ്യ സമൂഹം മുറിഞ്ഞു പോകാതെ നിലച്ചു പോകാതെ ലോകാവസാനം വരെ നിലനിൽക്കുകയുള്ളൂ. ഇത് പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ താൽപര്യമാണ്. അതുകൊണ്ട് തന്നെ ബ്രഹ്മചര്യം വിശുദ്ധ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. വിവാഹത്തിൽ നിന്ന് അകന്നു നിൽക്കുക എന്നത് നല്ലതല്ല. അതിശക്തമായ ശൈലിയിലാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. എന്റെ സുന്നത്താണത്. അതുകൊണ്ട് എന്റെ സുന്നത്ത് മുറുകെ പിടിക്കുന്നവൻ മുറുകെ പിടിക്കാത്തവൻ എന്റെ സുന്നത്തിനെ അനുകരിക്കാത്തവൻ എന്നിൽപ്പെട്ടവനല്ല. ലോകാവസാനമാകുമ്പോൾ വ്യത്യസ്തമായ രീതിയിലെ ആശയങ്ങളും അതേപോലെ ആശയവൈജാത്യവും സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ എന്റെ സുന്നത്ത് മറപ്പിക്കപ്പെട്ടു പോകുന്ന കാലഘട്ടത്തിൽ വമൻ തമസ്സക ബിസുന്നതി, എന്റെ ചര്യ ഒരാൾ മുറുകെ പിടിച്ചാൽ ഇന്ദ ഫസാദി ഉമ്മതി, എന്റെ സമുദായം നാശമാകുമ്പോൾ ഞാൻ ഇതിന് മാത്രമല്ല ഇനി ബാക്കിയുള്ള എല്ലാ താഴെ പറയാൻ പോകുന്ന വിഷയങ്ങൾക്കെല്ലാം ആമുഖമായാണ് എന്റെ ചെറുപ്പക്കാരെ ഞാൻ ഈ ഹദീസ് ഓർമ്മപ്പെടുത്തുന്നത്. ഇനി താഴെ വരാൻ പോകുന്ന ഒരുപാട് സംഗതികൾ ഇതുമായി ബന്ധപ്പെട്ട പ്രവാചകന്റെ മാതൃക എന്തെന്ന് നമ്മൾ ചർച്ച ചെയ്യും. ആധുനിക ലോകത്ത് പെണ്ണ് കണ്ണുനീര് കുടിക്കേണ്ടി വന്നത്, സമൂഹം കണ്ണുനീരിൽ ആഴ്ന്നു പോകേണ്ടി വന്നത്, എത്രയോ പ്രായമായ ഉപ്പമാർ നിരന്തരം ജീവിതത്തിൽ ദുഃഖം കടിച്ചിറക്കി കഴിയേണ്ടി വന്നത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മാതൃകയിൽ നിന്ന് മുസ്ലിം ഉമ്മത്ത് വ്യതിചലിച്ചു പോയതാണ്. അത് അങ്ങോട്ട് തിരിച്ചു പോകാനുള്ള ഒരു ശ്രമമാകട്ടെ ഇതെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മൻ തമസ്സക ബിസുന്നതി, എന്റെ ചര്യ ഒരാൾ മുറുകെ പിടിച്ചാൽ ഇന്ദ ഫസാദി ഉമ്മതി, എന്റെ സമൂഹത്തിൽ നാശമുണ്ടാകുമ്പോൾ ഇന്ദ ഫസാദി ഉമ്മതി ഫലഹു അജ്റുൻ ഷഹീദ്, അവന് 100 രക്തസാക്ഷിയുടെ പ്രതിഫലമുണ്ട് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. രണാങ്കണത്തിലേക്ക് വാളെടുത്തു പോയിട്ട് തന്റെ മക്കളെയും ഭാര്യയെയും കുടുംബത്തെയും മാറ്റി നിർത്തിയിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ അള്ളാഹുവിന്റെ വചനം അത് ഏറ്റവും മഹോന്നതമാകാൻ വേണ്ടിയിട്ട് പരിശുദ്ധ ദീനിനെ തകർക്കാൻ വന്നവരോട് യുദ്ധം ചെയ്തിട്ട് രക്തം സ്വന്തം ശരീരം റബ്ബിന്റെ മാർഗത്തിൽ സമർപ്പിച്ച 100 ഷഹീദിന്റെ
ജോലിയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിവാഹം അല്ലാഹു പഠിപ്പിച്ച രീതിയിൽ വിവാഹത്തിന്റെ മാർഗങ്ങൾ ചിട്ടപ്പെടുത്തുമ്പോൾ ലഭിക്കാൻ പോകുന്ന പ്രതിഫലമാണിത്. ശ്രദ്ധിച്ചോളൂ. ഇനി കാര്യങ്ങൾ പറഞ്ഞു വരുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹത്തിൽ ഏർപ്പെടാൻ പറഞ്ഞു. വിവാഹമെന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയും പുരുഷനും സന്ധിക്കാനാണല്ലോ. അപ്പോ ഈ സന്ധിക്കുന്ന സ്ത്രീയും പുരുഷനും എങ്ങനെയാവണം, എങ്ങനെയാകുമ്പോഴാണ് ജീവിതത്തിൽ സന്തോഷമുണ്ടാവുക, എപ്പോഴാണ് ജീവിതത്തിൽ സന്തോഷം കളിയാടുക, ജീവിതത്തിൽ പൊട്ടിക്കരയുകയും കണ്ണുനീർ കുടിക്കുകയും ചെയ്യേണ്ട അവസ്ഥ എങ്ങനെ ഒഴിവാക്കാം? മഹാനായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചോളൂ. ചെറുപ്പക്കാരോട് ഓർമ്മപ്പെടുത്തുകയാണ്, കാലം വളരെ നാശമായതാണ്. പൊന്നും പെണ്ണും കണ്ണീരും എന്നതാണ് നമ്മുടെ വിഷയമെങ്കിലും പെണ്ണ് മാത്രമല്ല കണ്ണുനീർ കുടിക്കുന്നത്, പെണ്ണിന്റെ പിതാവ് മാത്രമല്ല കണ്ണുനീർ കുടിക്കുന്നത്. കണ്ണുനീർ കുടിച്ചു കഴിയുന്ന മധുരം കൊണ്ടിറക്കാൻ കഴിയാത്ത, കയ്പ് കൊണ്ട് തുപ്പാൻ കഴിയാതെ ഇരുന്ന് കണ്ണുനീർ കുടിക്കുന്ന ചെറുപ്പക്കാരെത്രയോ ഉണ്ട്. ശ്രദ്ധിച്ചോളൂ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വിവാഹത്തിൽ ഏർപ്പെടുമ്പോൾ ഇതെന്റെ ജീവിതത്തിന്റെ സഖിയായി സഹധർമ്മിണിയായി കൊണ്ടുവരേണ്ടവരുടെ വിഷയത്തിൽ ചെറുപ്പക്കാർ ചില കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചെറുപ്പക്കാരുടെ പിതാക്കളും മാതാവും ചില കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്റെ മകൾക്ക് വരനായി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരന്റെ കാര്യത്തിലും ചില ശ്രദ്ധ വേണ്ടതുണ്ട്. എങ്കിലേ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും. എപ്പോഴും സന്തോഷം കളിയാടുകയുള്ളൂ. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷയം വളരെ പ്രവിശാലമായതുകൊണ്ട് ഓരോ കാര്യത്തിലേക്കും ഒരു പോയിന്റ് മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടോളൂ. ചെറുപ്പക്കാരികൾ, യുവതികൾ ശ്രദ്ധിക്കേണ്ടതാണ്, അവരുടെ പിതാക്കന്മാർ ശ്രദ്ധിക്കേണ്ടതാണ്. ഏത് വരനെയാണ്, ഏത് ചെറുപ്പക്കാരനെയാണ് തന്റെ മകൾക്ക് വരനായി സ്വീകരിക്കേണ്ടത്? റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മതചിട്ടയനുസരിച്ച് ജീവിക്കുകയും സൽസ്വഭാവിയുമായ ഒരു ചെറുപ്പക്കാരൻ നിങ്ങളോട് വിവാഹാലോചന നടത്തിയാൽ ഫസവ്വിജൂഹു, നിങ്ങളുടെ കയ്യിലുള്ള മകളെ, നിങ്ങളുടെ ഉത്തരവാദിത്വത്തിലുള്ളവളെ ഫസവ്വിജൂഹു, നിങ്ങളയാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കണം. ആർക്ക്? മതചിട്ടയനുസരിച്ച് ജീവിക്കുകയും മതബോധമുണ്ടാവുകയും ചെയ്യുന്ന, അതേപോലെ സൽസ്വഭാവിയായ ആൾക്കാണ് നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ഭൂമി ലോകത്ത് വ്യാപകമായി നാശമുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മതബോധമുള്ളവനല്ല നിങ്ങളുടെ മകളുടെ ഭർത്താവായി നിങ്ങൾ സ്വീകരിക്കുന്നത്. നിങ്ങളുടെ ഉത്തരവാദിത്തത്തിലുള്ള സഹോദരിയുടെ അല്ലെങ്കിൽ നിങ്ങൾ വലിയായ കുട്ടിയുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരുന്നത് അല്ലാഹുവിൽ വിശ്വാസമുള്ള ഈമാനുള്ളവനല്ല എങ്കിൽ ഭൂമിയിലോട്ട് വ്യാപകമായി നാശമുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ സമ്പത്തിന് വേണ്ടി കുടുംബത്തെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കും, കുട്ടിയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കും. ഒരുപക്ഷെ കൊലപാതകങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭൂമി ലോകത്ത് വ്യാപകമായി നാശമുണ്ടാകുമെന്ന് പറയുന്നത് ലോകത്തിന്റെ ആന്തരികവും ബാഹ്യവുമായ മുഴുവൻ കാര്യങ്ങളും നമ്മെ പഠിപ്പിച്ചു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം, റബ്ബിന്റെ കൽപ്പനയുള്ള നമുക്ക് പഠിപ്പിച്ചു തന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ല എങ്കിൽ ജീവിതത്തിൽ സന്തോഷമുണ്ടാവുകയില്ല. വലിയ ഗൾഫുകാരനാണ്, പണക്കാരനാണ്, അവന് ബാങ്കിന്റെ അക്കൗണ്ടിൽ കോടികളുടെ ആസ്തിയുണ്ട്. പണമാണോ സമ്പത്താണോ നിങ്ങൾ അടിസ്ഥാനമായി എടുക്കുന്നത്? കുട്ടികളുടെ ജീവിതത്തിൽ സന്തോഷം വരാനുള്ള സാധ്യത നന്നേ വിരളമാണെന്ന് ലോകത്തിന്റെ ഗുരു സ്വാദിഖേ അമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു